Good morning. Back to the classes. ഇന്നലെ പഠിച്ച വരയ്ക്കും നോർമൽ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പെർപെച്വൽ ഡെപ്റ്റും കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആണ്. നൗ വി ആർ ട്രൈങ് ടു സോൾവ് എ ജനറൽ ക്വസ്റ്റ്യൻ. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇറ്റ് ഡസൻ റിക്വയർ മച്ച് നോളജ്. കാരണം ടൈം വാല്യൂ ഓഫ് മണിയുടെ ബേസിക് നോളജ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റും without using any formula. Because this type of problems also can come as cost of debt. Clear? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മളുടെ ആൻസർ ട്യൂൺഡ് അപ്പ് ആവണം. ക്ലിയർ? ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. കാരണം എന്താ വെച്ചാൽ സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം യു ആർ ഡീലിംഗ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഓൾസോ. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ ആകെ പ്രോബ്ലം പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ പാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എ കമ്പനി ഈസ് പ്രപ്പോസ് ടു ഇഷ്യൂ എ 5-year debenture of ₹1,000 at 14% rate of interest per annum. The debenture amount will be amortized equally over its life. If the present value of the debenture for an investor is 1046.59, calculate the minimum required rate of return or the cost of debt. Is it clear the question? The years ഇത് redeemable ആണ്. 5-year debenture ആണ്. ക്ലിയർ? 1000 രൂപയാണ് ഡിബെഞ്ചറിൻ്റെ നോർമൽ റേറ്റ്. ഫേസ് വാല്യൂ 1000 രൂപയാണ്. ഓർ യു ക്യാൻ സേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓർ അത് 1000 രൂപയാണ്. 14% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഇറ്റ് വിൽ ബി അമോർട്ടൈസ്ഡ് ഈക്വലി ഓവർ ഇറ്റ്സ് ലൈഫ്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ വർഷവും യു വിൽ ബി പേയിങ് ബാക്ക്. എല്ലാ വർഷവും ഈക്വലായിട്ട് തിരിച്ചടയ്ക്കുകയാണ്. 5 കൊല്ലം ആവേണ്ട ആവശ്യമില്ല. 5 വർഷമാണ് അതിൻ്റെ കാലാവധി. 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ റീപേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. അതായത് അതിൻ്റെ അർത്ഥം എന്താ? ഓരോ കൊല്ലവും 200 രൂപ വെച്ച് അടയ്ക്കും. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓരോ കൊല്ലവും 200 rupees വെച്ച് അടയ്ക്കും. അപ്പോൾ ആ ഒരു 200ൻ്റെ റെലവൻസ് അപ്പോൾ 200 രൂപ വെച്ചിട്ട്. അപ്പോൾ സാധാരണ ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് എല്ലാം അമോർട്ടൈസേഷൻ ഈക്വലാണ്. എന്നിട്ട് തന്നിട്ടുള്ളത് എന്താ? ഇഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിബെഞ്ചർ ഫോർ എൻ ഇൻവെസ്റ്റർ ഇസ് 1046. ഇത് ഡിബെഞ്ചറിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. കാൽക്കുലേറ്റ് ദ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കൺസെപ്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ IRR എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോണത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. കാരണം ആ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം സാധാരണ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ ഉണ്ടാവാറ്? നോർമൽ കേസിൽ KD = I × 1 - T ഡിവൈഡഡ് ബൈ NP or P. ഇതല്ലേ നോർമൽ കേസിൽ നമ്മുടെ ഫോർമുല. ഇതിവിടെ ഫിറ്റ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ദിസ് K ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ശരിയാണ്. ഒരു വർഷത്തെ I മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ. കാരണം അമോർട്ടൈസേഷൻ ഈക്വലിയാണ്. എല്ലാ വർഷവും തിരിച്ചടയ്ക്കുകയാണ്. 5 വർഷത്തെ ഡിബെഞ്ചറാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ K ഫോർ ഈക്വൽ എല്ലാ വർഷത്തേക്കും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിബെഞ്ചറിൻ്റെ ഫേസ് വാല്യൂ പ്രസൻറ്റ് വാല്യൂ ഇത്രയെന്ന് പറയേണ്ടത്. അതായത് ഈ ഡിബെഞ്ചറിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? കൺസിഡറിങ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഉണ്ടാവാവുന്ന 5 അമോർട്ടൈസേഷനും, അതായത് 200 രൂപ വെച്ചിട്ട് 5 വർഷം 200 rupees 200 rupees വെച്ചിട്ട് 5 വർഷം കൊടുത്ത് തീർത്താൽ 14% ഇൻട്രസ്റ്റും കൊടുത്താൽ ഉണ്ടാവണത് എന്താ? അതിൻ്റെ ഇന്നത്തെ വാല്യൂ 1046.59 ആണ്.
അറ്റ് സം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഏതോ ഒരു റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിൽ ഡിസ്കൗണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ഇതാണ്. ഈ പ്രസൻറ്റ് വാല്യൂവിലേക്ക് ഈക്വലൈസ് ചെയ്യാൻ പോകുന്നത് ഏത് റിട്ടേൺ ആണോ ആ റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ആർ അപ്ലൈയിങ് ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മോഡൽ ഹിയർ. അല്ലാതെ നോർമൽ ഡിബെഞ്ചറിൻ്റെ ഒരു ഫോർമുലയും ഇതിൽ വർക്കൗട്ട് ആവില്ല. ദിസ് ഇസ് ജസ്റ്റ് എ ജനറൽ ക്വസ്റ്റ്യൻ. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിയിൽ അമോർട്ടൈസേഷൻ പഠിച്ചിട്ടുണ്ടോ സംശയമുണ്ട് എനിക്ക്. ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും, ലോണിൻ്റെ റീപേയ്മെൻ്റ് ഒക്കെ. അതുപോലെ ഒരു EMI കാൽക്കുലേഷൻ പോലത്തെ ഒരു പ്രോബ്ലമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താ പ്രസൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് ഡിബെഞ്ചർ അല്ലേ. ഇന്നത്തെ വാല്യൂ ഓഫ് ഡിബെഞ്ചർ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. എത്രയാ? 1046.59 is given in the question. ഈ 1046.59 ആണ് ഇന്നത്തെ ടുഡേയ്സ് വാല്യൂ ഓഫ് ദാറ്റ് ഡിബെഞ്ചർ. ഇനി അപ്പുറത്തെ സൈഡിൽ നാളെ കിട്ടാൻ പോകുന്ന ഇൻകംസ് എഴുതേണ്ടത്. ഓരോ വർഷം നമ്മൾ പേ ഓഫ് ചെയ്യുന്ന എമൗണ്ടുകൾ എഴുതേണ്ടത്. ആദ്യത്തെ കൊല്ലം എന്താ പേ ഓഫ് ചെയ്യുക? ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യും. ആദ്യത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ടും പേ ഓഫ് ചെയ്യും. ക്ലിയർ? അറ്റ് സം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അറ്റ് സം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്തായാലും 14 ആവില്ല. ക്ലിയർ? 14 ആവില്ല. കാരണം ഇൻട്രസ്റ്റ് മാത്രം തന്നെ 14 വരുന്നുണ്ട്. അമോർട്ടൈസേഷനും കൂടി വരുമ്പോൾ ഇറ്റ് വിൽ ബി സംതിങ് മോർ ദാൻ 14. എന്തായാലും കുറച്ചും കൂടി എമൗണ്ട് ആയിരിക്കും വരിക. ക്ലിയർ? അപ്പോൾ ഏത് ഡിസ്കൗണ്ട് റേറ്റ് ആണെന്ന് അറിയില്ല. ചിലപ്പോൾ കുറവാവും വരിക, ചിലപ്പോൾ കൂടുതലാവും വരിക. കാരണം പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ വർഷം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ആഡ് ചെയ്യണം. ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് പ്ലസ് ആദ്യത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്. ക്ലിയർ? പ്ലസ് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് പ്ലസ് രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് റേസ് ടു ദ പവർ 2. മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്, മൂന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇങ്ങനെ നമ്മൾ എല്ലാ വർഷത്തെയും ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഈ സൈഡിൽ ഏത് റേറ്റ് ആണോ കിട്ടുന്നത് ആ റേറ്റ് എപ്പോഴാണോ ഈ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് ഈക്വൽ ആവണമെന്ന് വെച്ചാൽ അതാണ് നമ്മളുടെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? അപ്പോൾ ഇതിന് നമ്മൾ അധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ IRR ചെയ്ത അതേ ടെക്നിക്ക് തന്നെ ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് പോരാം. ആൻഡ് ലെറ്റ് മീ ട്രൈ ടു വർക്ക് ഔട്ട് ദിസ് സം. ഈ പ്രോബ്ലം ഞാനൊന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഞാനൊരു റഫ് സ്പേസ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ക്ലിയർ? ഇങ്ങനെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ റഫ് സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രയാസം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഒരു മിനിയേച്ചർ പാർട്ടാണ്. ഇവിടെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇത് സെയിം പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് 5 വർഷമാണ്. ഫസ്റ്റ് കോളം എഴുതാം, ഇയേഴ്സ് എഴുതാം. ക്ലിയർ? ഇയേഴ്സാണ് ആദ്യത്തെ കോളത്തിന് നമ്മൾ എഴുതേണ്ട സാധനം. രണ്ടാമത്തെ കോളത്തിൽ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് എഴുതാം. ഇൻട്രസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് മാത്രമല്ല അമൗർട്ടൈസ് ചെയ്യാൻ പോണ വാല്യൂ. ക്ലിയർ? പേ ഓഫ് ചെയ്യണത് PV ഫാക്ടർ. ഏതോ ഒരു PV ഫാക്ടർ ആട്ടോ, നമുക്കറിയില്ല. നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലേക്ക് പോകേണ്ടി വരും. ക്ലിയർ? PV ഫാക്ടർ. അത് പ്രോബ്ലം അങ്ങനെ ചെയ്യാണ് കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്ക്. നാലാമത്തെ കോളം PV ഫാക്ടർ ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ എമൗണ്ട്. ക്ലിയർ? അപ്പോൾ ഇയേഴ്സ് നമ്മൾ എഴുതാണ്. ഇയേഴ്സ് എഴുതണു 1, 2, 3, 4,
4, 5 5 വർഷമാണ് അല്ലേ. ഇൻട്രസ്റ്റ് പ്ലസ് പ്രസൻറ്റ് വാല്യൂ എത്രയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് തന്നുണ്ട്. 40 + 200 ആണ് ആദ്യത്തെ വർഷം. ഇതുപോലെ തന്നെ എഴുതുക കേട്ടോ. ഏത് എമൗണ്ടാണ് വെച്ചാൽ 40 + 200 240 ആണ് ആദ്യത്തെ വർഷം കിട്ടുന്നത്. കാരണം എത്ര ശതമാനം ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? 14%. 14% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ വർഷത്തിലും വ്യത്യാസം വരും. ആദ്യത്തെ വർഷം 14% 1000 രൂപയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1000 രൂപയുടെ 14% ഇൻട്രസ്റ്റ് ആണ്. ക്ലിയർ? ആദ്യത്തെ വർഷത്തിൻ്റെ അവസാനം 200 രൂപ നമ്മൾ തിരിച്ചടച്ചു. പിന്നത്തെ കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ്? 800 രൂപയ്ക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? തേർഡ് ഇയർ എൻഡിൽ എത്ര രൂപയ്ക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് എത്രയാണ്? 600 രൂപയാണ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഈ ഒരു എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ ആദ്യത്തെ വർഷം 1000 × 14% എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ടു 140 രൂപയാണെന്നാണ് എനിക്ക് തോന്നണത്. 140. ദ എമൗണ്ട് ഇസ് 140. അങ്ങനെ ഇൻട്രസ്റ്റും വാല്യൂം ഇവിടെ എഴുതാം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു PV ഫാക്ടർ എടുക്കുക. 10%, 12%. യു ക്യാൻ ടേക്ക് എനി PV ഫാക്ടർ. ടേബിൾ വാല്യൂ എടുക്കുക, PV ഫാക്ടർ എടുക്കുക. അപ്പോൾ പിന്നെ ഇവിടെ പ്രോബ്ലത്തിൽ 12% തന്നിട്ടുള്ളത്. 12% ആദ്യത്തെ കൊല്ലം 0.893, 0.312, 0.312 അല്ല കേട്ടോ, 797 ആണ്. ഇതൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ലാത്ത പോലെ തോന്നുന്നു എനിക്ക്. കാരണം ഞാനിത് വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പം. 0.979 ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ 0.8979 ചെയ്യുമ്പോൾ 0.979, 0.712, 0.256, and one more is there, 0.567. ടേബിൾ വാല്യൂ എഴുതിയത് തെറ്റുണ്ടോ സംശയമുണ്ട് കേട്ടോ. കാരണം ടേബിൾ വാല്യൂ എടുക്കുക, ഏതിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ ആയിട്ട് 14ൻ്റെ അടുത്ത് നിൽക്കണം, 12 കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. 12 ശരിയായിക്കോളൊന്നുമില്ല. യു ക്യാൻ ട്രൈ ഫോർ 16 ഓൾസോ. ഏത് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. 0.636. ഇത് ഇങ്ങനെ എഴുതുക പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റും വാല്യൂം എഴുതണം. ഇൻട്രസ്റ്റും വാല്യൂ എഴുതുമ്പോൾ 200 എല്ലാ വർഷവും ഇടും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത് മാത്രം ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദ റിമൈനിങ് എമൗണ്ട്. കാരണം ആദ്യം 1000 രൂപയായിരുന്നു നമ്മുടെ ഡെപ്റ്റ്. ആദ്യത്തെ വർഷം 200 രൂപ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ബാക്കി എത്രയുള്ളത്? 800. അപ്പോൾ 800ൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരിക. പക്ഷേ പ്രിൻസിപ്പൽ എമൗണ്ടിൽ വ്യത്യാസം വരില്ല. നാലാമത്തെ കോളത്തിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് PVCI, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ NPV കാണുന്ന പോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണാം. ആ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോൻ്റെ എമൗണ്ട് എത്രയാണ് നോക്കുക. PVCI. ക്ലിയർ? ആ PVCIയും നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ സെയിം ആണോ എന്നുള്ളതൊന്ന് വർക്കൗട്ട് ചെയ്യണം. അതായത് 1046. ഇത് സെയിം ആകുന്ന വരെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തുകൊണ്ടേയിരിക്കണം. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു ഡു ദ പ്രോബ്ലം യൂസിങ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഇത് സെയിം ആയില്ല വിചാരിക്കുക. ചിലപ്പോൾ 12% എടുക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം ആയിക്കൊള്ളണമെന്നില്ല. യു ക്യാൻ ഗോ ഫോർ 10%. യു ക്യാൻ ട്രൈ ഫോർ 16%. ഈ പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ ഓരോ റേറ്റിലും ട്രൈ ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും ചില സമയത്ത് ഇതിൻ്റെ ഇടയിലാവും വരിക. ഇടയിൽ വരുമ്പോൾ നമ്മൾ IRR പഠിക്കുമ്പോൾ ഒരു ഇൻ്റർപൊലേഷൻ ഫോർമുല പഠിച്ചിരുന്നു. ആ ഇൻ്റർപൊലേഷൻ ഫോർമുല എന്താ? അടുത്ത ദിവസം വരുമ്പോൾ എല്ലാവരും ഒന്ന് അത് എഴുതി വെക്കണം. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. ദിസ് ഇസ് എ നോർമൽ കോമൺ സെൻസ് പ്രോബ്ലം ദാറ്റ് ഓൾവേസ് കംസ്. മിക്കപ്പോഴും ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അല്ലാതെ നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് വരാൻ സാധ്യത കുറവാണെങ്കിലും നമ്മൾക്കും വരാം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഇറ്റ് ഈസ് ദ IRR മെത്തേഡ്. അവിടെ നമ്മൾ ടെക്നിക്സ് ഓഫ് ഡിബെഞ്ചറോ ഒന്നുമല്ല. നോർമൽ ഡിബെഞ്ചറോ റെഡീമബിൾ ഡിബെഞ്ചറിൻ്റെ ഫോർമുലയൊന്നും അതേപോലെ റെഡീമബിൾ വാല്യൂ ഒന്നും ഇല്ല.
കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ കെ കാണാനാണ്. അതും 5 വർഷം ഒരേപോലെ അമോർട്ടൈസേഷൻ വരുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഇങ്ങനെ ഫോർമുല വെച്ചിട്ട് കഷ്ടപ്പെടണം എന്നില്ല. യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ടേബിൾ. IRR കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്നില്ലേ ടേബിൾ മെത്തേഡ്, ആ മെത്തേഡിലേക്ക് നമുക്ക് പോവാം. ആ മെത്തേഡിൽ ഇയേഴ്സ് എല്ലാം 1 by 1 ആയിട്ട് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റും വാല്യൂം സെക്കൻഡ് ടേബിളിൽ എഴുതുക എമൗണ്ട് ആയിട്ട്. തേർഡ് കോളത്തിൽ നമ്മൾ ഏത് ഫാക്ടറാണോ എടുക്കുന്നത്, ഏത് ഡിസ്കൗണ്ട് ഫാക്ടറാണ് എടുക്കുന്നത് വെച്ചാൽ ആ ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ PV ഫാക്ടർ എഴുതുക. ഫോർത്ത് കോളത്തിൽ PVCI കാൽക്കുലേറ്റ് ചെയ്യുക. PVCI എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടണതിനെയാണ് PVCI എന്ന് പറയുക. ഈ PVCI എല്ലാം ആഡ് ചെയ്തു. ഈ PVCI എന്നാണോ ഈ ആദ്യം കൊടുത്തിട്ടുള്ള PVCOനോട് ഈക്വൽ ആവണത്, അത് PVCO അല്ല എന്നാലും അത് ഇന്നത്തെ വാല്യൂ ആണ്. ഇത് രണ്ടും ഈക്വലൈസ് ചെയ്യണത് ഏത് ഫാക്ടറിലാണ് വെച്ചാൽ ആ ഫാക്ടറാണ് നമ്മളുടെ ആൻസർ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആണോ ഞാൻ പറയണത്? അപ്പോൾ ആ ഒരു ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ സോ യുവർ ഇൻറ്റൻഷൻ മസ്റ്റ് ബി ഹൗ ടു കാൽക്കുലേറ്റ് ഫോർ ദാറ്റ് ഫാക്ടർ. ഞാൻ പറഞ്ഞ മെത്തേഡിന് ഒരു വ്യത്യാസവും ഇല്ല. യു മസ്റ്റ് ഓൾവേസ് ഗോ ഫോർ ദ സെയിം ടൈപ്പ്. ആ ഒരു സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം വരാൻ സാധ്യത ഉണ്ട്, പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ആൻഡ് ലാസ്റ്റ് കൺസെപ്റ്റാണ് കോസ്റ്റ് ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ കോസ്റ്റ് അതും നമ്മൾ ഇതുപോലെ ചെയ്യേണ്ട ഒരു കോസ്റ്റാണ്. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദിസ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്സ്. ഇതും നമ്മൾ അധികവും ഇൻവെസ്റ്റ്മെൻറ്റിൽ പഠിക്കുന്ന ഒരു ഭാഗാട്ടോ. അവിടെ സാറ് ചെയ്യിപ്പിക്കും ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ആ സമയത്ത് ഇത് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഭാവത്തിലിരുന്ന ഒരെണ്ണം ഞാൻ തരും. അപ്പോൾ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഗിവൺ. ഇൻട്രസ്റ്റ് നേരിട്ടിട്ട് കൊടുക്കുകയല്ല ചെയ്യണത് ഡിബെഞ്ചറിന്. പകരം എന്താ ചെയ്യണത് വെച്ചാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡീപ്പ് ഡിസ്കൗണ്ട്. 80 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും, 110 രൂപയ്ക്ക് റെഡീം ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? ദ റിമൈനിങ് എമൗണ്ട് 30 രൂപ ഉണ്ടല്ലോ, ആ 30 രൂപയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പം ഓഫ് കോഴ്സ് ക്വസ്റ്റ്യനിൽ വരിക എന്താ വെച്ചാൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കാരണം 30 രൂപ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആണ് ചോദിക്കുക. അപ്പോൾ 30 റുപ്പീസ് ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 30% പറയാൻ പറ്റുമോ? ഇല്ല. സോ ടിപ്പിക്കലി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അതായത് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്. ലെറ്റ് us do one problem. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ ടെക്നിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക. ദാറ്റ് റേറ്റ് വിൽ നോട്ട് ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ റേറ്റ് ക്വസ്റ്റ്യനിൽ തരാത്ത സാഹചര്യത്തിൽ ഹൗ യു ആർ ഗോയിങ് ടു ഡു ദ പ്രോബ്ലം എന്നുള്ളതാണ് ഞാൻ നോക്കണത്. കുറച്ച് ഇതൊന്നും വേറൊരു കോളേജിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണ ഒരു മെത്തേഡിലാണ് ചെയ്യണത്. അപ്പോൾ അത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അവർ വിചാരിക്കും, ഓ മിസ് എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യണത്. കാരണം ചിലപ്പോൾ ഇടയിൽ ഡിസ്ട്രാക്റ്റഡ് ആവേണ്ട ഒക്കെ ഉണ്ട്. പിന്നെ ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ലിങ്ക് എങ്ങാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയാലും ഈ സാധനം അവിടെ കിടക്കണം. എനിക്കതൊരു ലോങ് ടേം യൂസേജ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പരീക്ഷ കഴിയണേ വരെയെങ്കിലും ഈ സാധനം അവിടെ ഉണ്ടാവണം. എന്നാലേ നിങ്ങൾക്കത് ഇടയ്ക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതൊന്ന് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ അത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്യണത്. സോ ലുക്ക് ഫോർ ദിസ് പ്രോബ്ലം. എക്സ് ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് redeemable zero coupon bonds of rupees 100 each at a discount rate of rupees 60 repayable at the end of 4th year. Calculate the cost of debt. Redeemable zero coupon bond ആണ് 100 രൂപയുടെ. ക്ലിയർ ആണോ? 100 രൂപയുടെ redeemable zero coupon bond ആണ്. ഡിസ്കൗണ്ട് റേറ്റ് 60 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ പ്രൈസ് 60. റീപേയബിൾ അറ്റ് ദ എൻഡ് ഓഫ് 4th ഇയർ. 4 വർഷത്തിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹിയർ അഗെയിൻ KD ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലേക്ക് പോകാനേ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട അതേ ടെക്നിക്ക് ഇത് തന്നെയാണ്. ഒരു ആദ്യത്തെ ഇയർ
0th ഇയർ ആണ്. എല്ലാ വർഷവും ക്യാഷ് ഫ്ലോ ഇല്ല കേട്ടോ. ആദ്യത്തെ ഇയർ എന്താ 0th ഇയറിൽ 60 രൂപയാണ്. 60 രൂപ എങ്ങനെയാ നമുക്ക് കിട്ടിയതാട്ടോ. 0th ഇയറിൽ നമുക്ക് കിട്ടുകയാണ് 60 രൂപ. ക്ലിയർ അല്ലേ? ആൻഡ് അപ്പോൾ അപ്ലൈ ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എപ്പോഴും ഒന്നും തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ വെച്ചാൽ ഒന്നുകിൽ 10 അല്ലെങ്കിൽ 12 ആണ് നമ്മൾ എടുക്കാറ് നോർമൽ കേസിൽ. ഇവിടെ പ്രോബ്ലം ഫുള്ള് 12ലാണ് ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ആക്ച്വലി ദ ക്യാഷ് ഇൻഫ്ലോ ദാറ്റ് യു ഗെറ്റ്. അത് നമ്മളുടെ പൈസയാണ്, നമുക്ക് കിട്ടണ പൈസയാണ് 60 രൂപ. 60 റുപ്യ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ല 60 രൂപ, ക്യാഷ് ഇൻഫ്ലോ ആണ്. കമ്പനിയുടെ ടേംസിൽ കമ്പനി കടം എടുക്കുകയാണ്. അപ്പോൾ 60 റുപ്പീസാണ് കിട്ടുന്നത്. ക്ലിയർ? അതറിയാം, നമ്മൾ ഇന്നാണ് കടം എടുക്കുന്നത്. ഏത് രൂപയായാലും അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 1 രൂപ തന്നെയാണ്. അപ്പോൾ ആ 60 നമ്മൾ മൈനസ് ചെയ്യേണ്ട സാധനമാണ്. കാരണം ആ 60 ആണ് നമ്മളുടെ ചെലവ്. ആ ചെലവല്ല, ഐ മീൻ ഇൻഫ്ലോ. ഔട്ട്ഫ്ലോന്ന് ഇൻഫ്ലോ മൈനസ് ചെയ്യല്ലേ എപ്പോഴും ചെയ്യാം. അപ്പോൾ ഇൻഫ്ലോ മൈനസ് ചെയ്യേണ്ടതാണ്. 14%, 10%, 12%-ലാട്ടോ കാണുന്നത്. മറ്റേ പാർട്ട് അവിടെ വെച്ചോളൂ. അപ്പോൾ 60 കിട്ടി. 4ാമത്തെ വർഷം നമ്മളുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാ? 100 രൂപ. 100 രൂപയാണ് നമ്മുടെ ചിലവ്. ആ 100 രൂപയുടെ ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കുക. എത്രയായി? 63.60 കിട്ടി. ഇനി ഇതിൻ്റെ NPV ആണ്. NPV എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ഇൻഫ്ലോ. അപ്പോൾ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 4ാമത്തെ വർഷത്തെ 100 രൂപയാണ്. ഇൻഫ്ലോ ഇതാണ്. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 3.60 ആയി. ഇതിലൊരു ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഏത് റേറ്റ് വെച്ച് ഇക്വേറ്റ് ചെയ്താലാണോ 60 രൂപ കിട്ടുക, എക്സാക്ട്ലി കിട്ടുക, അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അപ്പോൾ സെയിം IRR ടെക്നിക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡിഫറൻസ് എന്താ വെച്ചാൽ കുറേ ഇൻഫ്ലോ ഇല്ല, ഒരൊറ്റ ഇൻഫ്ലോയും ഒരൊറ്റ ഔട്ട്ഫ്ലോ ഉള്ളൂ. അതാ വ്യത്യാസം. യു ആർ ട്രൈങ് ഫോർ അനദർ ഡിസ്കൗണ്ട് ഫാക്ടർ. വേറൊരു ഡിസ്കൗണ്ട് ഫാക്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. ക്ലിയർ ആണോ? അത് 14% ആണ്. 14%ലും ഇന്ന് ചിലവാകുന്നതിൻ്റെ ഫാക്ടർ 1 രൂപ തന്നെയാണ്. നാളെ ഇന്ന് നമുക്ക് കിട്ടുന്നത് 1 രൂപ വെച്ചിട്ട് തന്നെയാണ് 60 രൂപ. നാളെ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് 0.592 ആണ്. കാരണം 1 രൂപയുടെ വാല്യൂ കുറഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് ബിക്കെയിം 59.20. അപ്പോൾ എത്ര വ്യത്യാസം? -0.80. ദിസ് ഈസ് ദ NPV. ഇതാണ് NPV. ക്ലിയർ? അപ്പോൾ ഈ 2 NPVയുടെയും ഇടയിലാണ് നമ്മളുടെ ബോണ്ടിൻ്റെ വാല്യൂ. ഇവിടെ 0.80 ആണ്, ഇവിടെ 3.60 ആണ്. സോ യു ഹാവ് ടു ഗോ ഫോർ ഇൻ്റർപൊലേഷൻ മെത്തേഡ്. നമ്മൾക്ക് താഴെ ഇൻ്റർപൊലേഷൻ മെത്തേഡിലേക്ക് പോകണം. ഇൻ്റർപൊലേഷൻ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ IRRൻ്റെ എന്താ ഇൻ്റർപൊലേഷൻ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാ? ലോവർ റേറ്റ് പ്ലസ് NPV അറ്റ് ലോവർ റേറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ NPV ഇൻറ്റു ബ്രാക്കറ്റിൽ എഴുതുക ഡിഫറൻസ് ഇൻ റേറ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഒന്നും കൂടിയും ഫോർമുല ഞാൻ പറഞ്ഞുതരാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതി തരാം. ക്ലിയർ? അപ്പോൾ ഫോർമുലയാണ് ഇൻ്റർപൊലേഷൻ മെത്തേഡാണ്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മളുടെ 12ൻ്റെയും 14ൻ്റെയും ഇടയിലാണ് നമ്മളുടെ എക്സാക്റ്റ് റേറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇൻ്റർപൊലേഷൻ ഫോർമുല എങ്ങനെയാണ്? ലോവർ റേറ്റ് നമ്മൾ IRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ലോവർ റേറ്റ് ഇവിടെ 12% പ്ലസ് NPV അറ്റ് ലോവർ റേറ്റിലുള്ള NPV ഡിവൈഡഡ് ബൈ NPV അറ്റ് ലോവർ റേറ്റ് പ്ലസ് ഡിഫറൻസ് ഇൻ NPV ആണ് അടിയിൽ, മൈനസ് NPV അറ്റ് ഹയർ റേറ്റ് ഇൻറ്റു ഡിഫറൻസ് ഇൻ റേറ്റ്. നമുക്ക് ആ ഫോർമുല ഒന്ന് ഇവിടെ ക്ലിയർ ആവുണ്ടോ നോക്കാം. ലോവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 12% പ്ലസ് NPV അറ്റ് ലോവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ റേറ്റിലെ NPV എത്രയാ? NPV എന്ന് പറഞ്ഞാൽ എന്താ? PVCI മൈനസ് PVCO അല്ലേ? അപ്പോൾ PVCI
എത്രയായിരുന്നു ഇൻഫ്ലോ? 60 രൂപയാണ്. PVCO ആണ് ശരിക്കും കൂടേണ്ട എമൗണ്ട്. ക്യാഷ് ഔട്ട്ഫ്ലോ എപ്പോഴും അങ്ങനെയല്ലേ. ഇവിടെ നമ്മളുടെ കേസിൽ ഇവിടെ എന്തുകൊണ്ടാണ് PVCO കൂട്ടുന്നത് വെച്ചാൽ നമ്മൾ കമ്പനിയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഔട്ട്ഫ്ലോ ആണ് ഇതായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഔട്ട്ഫ്ലോ 63.60, ഇൻഫ്ലോ നമുക്ക് കിട്ടണത് വെറും 60 രൂപയാണ്. അപ്പോൾ 63 60 മൈനസ് ചെയ്യും, 3.60 കിട്ടി. അപ്പോൾ NPV അറ്റ് 3.60 ആണ് ലോവർ റേറ്റിലുള്ള NPV ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് NPV ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഡിഫറൻസ് ഓഫ് NPV പറഞ്ഞാൽ 3.60 മൈനസ് 0.80 എന്ന് വരിക. അത് പ്ലസ് ആവും. ക്ലിയർ? മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. ഇൻറ്റു ഡിഫറൻസ് ഇൻ റേറ്റ്, അതായത് 12ഉം 14ഉം. നിങ്ങളിപ്പോൾ ചിലപ്പോൾ 16 എടുക്കണവരുണ്ടാവും. അപ്പോൾ 12ഉം 16ഉം 12ഉം 25 ഒന്നും എടുക്കരുത്. ഏറ്റവും കുറയ്ക്കാൻ ശ്രമിക്കുക ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. ഇറ്റ് ഈസ് 13.64. ഈസ് ഇറ്റ് ക്ലിയർ വിത്ത് വാട്ട് ഐ എം സെയിങ്? 2 പ്രോബ്ലമാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ആ 2 പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല വളരെ ക്ലിയർ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇല്ലെങ്കിൽ നാളെ പറഞ്ഞുതരാം. Clear? And with that, let us stop today's class. We'll see you tomorrow.